നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായ ഒരു നേട്ടത്തെ പറ്റിയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു എം ആർ ഐ സ്കാനറെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഒരു എം ആർ ഐ സ്കാനർ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയുടെ ഫുൾ ഇമേജ് നമ്മുടെ ബോഡിയുടെ ഫുൾ ഇമേജ് ലഭിക്കുന്ന കാന്തിക ശക്തി ഉപയോഗിച്ച് ലഭിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എം.ആർ.ഐ. സ്കാനർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവ നമ്മുടെ നമ്മുടെ തലച്ചോറിൻ്റെയും നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ നാഡീവ്യൂഹങ്ങളുടെ എല്ലാം ചിത്രം വളരെ വ്യക്തമായി തന്നെ നമുക്ക് തരുന്നതാണ്. ഇവയുടെ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 70% വെള്ളമാണ്. അപ്പോൾ ഇവയിലൊക്കെ നമുക്ക് ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻ്റ് ആണല്ലോ. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും മാത്രമേ അതിനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഈ വലിയ രീതിയിലുള്ള, അതായത് ഭൂമിയെക്കാട്ടിലും വലിയ കാന്തിക ശക്തി ഈ എം.ആർ.ഐ. സ്കാനറിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കാന്തിക ശക്തി കാരണം നമ്മുടെ ഉള്ളിലെ ഹൈഡ്രജൻ ആറ്റം എല്ലാം സെയിം ഡയറക്ഷനിലേക്ക് തിരിയുന്നതാണ്. പിന്നെ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി കൊടുക്കുന്നതോട് തന്നെ ഈ ഹൈഡ്രജൻ ആറ്റം എക്സൈറ്റഡ് ആവുകയും അത് അവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ആ എനർജി നമ്മൾ പിൻവലിക്കുമ്പോൾ ആ ഹൈഡ്രജൻ ഉണ്ടായിരുന്ന എനർജി തിരിച്ച് എം.ആർ.ഐ. കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നീട് പിക്സൽ രൂപത്തിലുള്ള ഇമേജ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ശരിയായ പ്രക്രിയ എന്ന് പറയുന്നത്. പിന്നെ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മൾ പുറം രാജ്യങ്ങളിൽ നിന്ന്, അതായത് US പോലെയുള്ള പുറം രാജ്യങ്ങളിൽ നിന്ന് കോടികൾ കൊടുത്താണ് നമ്മൾ ഈ എം.ആർ.ഐ. സ്കാനർ വാങ്ങിയിരുന്നത്. അപ്പോൾ ഇത് സാധാരണ ഹോസ്പിറ്റലുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കാർക്ക് മാത്രമേ എം.ആർ.ഐ. സ്കാനറും നേരത്തെ രോഗമൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഇത് പാവപ്പെട്ടവർക്ക് അപ്പോൾ നടക്കത്തില്ലായിരുന്നു. ഇതായിരുന്നു മുമ്പുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരും സ്റ്റാർട്ടപ്പ് കമ്പനിയും ചേർന്ന് നിർമ്മിച്ചെടുത്ത, അതായത് സോഹയുടെ പിന്തുണയുള്ള വോക്സൽ ഗ്രിഡ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി നിർമ്മിച്ചെടുത്ത എം.ആർ.ഐ. സ്കാനർ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇതെന്ന് പറയുമ്പോൾ 1.5 ടെസ്ലയാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. അതായത് ടെസ്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി, ഈ എം.ആർ.ഐ. സ്കാനറിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇവ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നൽകുന്നത്, അതായത് പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന അത്രയും. അപ്പോൾ ഇവ എങ്ങനെയാണ് സഹായിക്കുന്നത് വെച്ചാൽ, നേരത്തെ എന്ന് പറയുമ്പോൾ വലിയ ഹോസ്പിറ്റലുകൾക്കൊക്കെ അല്ലേ അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് സ്വന്തം നമ്മുടെ രാജ്യം നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ പൈസയ്ക്ക്, അതായത് 40% ലാഭത്തോടു കൂടി നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഹോസ്പിറ്റലുകൾക്കും മേടിച്ചു വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് സാധാരണക്കാർക്കും വലിയൊരു ഉപകാരം തന്നെയാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് എം.ആർ.ഐ. സ്കാൻ ചെയ്യാൻ ചെറിയ പൈസ മതി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ തന്നെ രോഗം കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഇതുകൊണ്ട് വരുന്ന വേറെ നേട്ടം എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്വന്തം രാജ്യം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ സ്പെയർ പാർട്സും പിന്നെ ഇതിൻ്റെ എന്തുണ്ടെങ്കിലും നമുക്ക് അപ്പം തന്നെ ശരിയാക്കാൻ സാധിക്കുന്നതാണ്. ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം ശരിയാക്കാൻ സാധിക്കുന്നതാണ്. അതാണ് വേറെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് പേപ്പർ യൂസ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റലുകൾക്കൊന്നും അഫോർഡ് ചെയ്യാൻ ഇല്ലാതിരുന്നാൽ ഇത് അവർ തന്നെ ഒന്ന് സ്ഥാപിച്ചു തരും. എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ആൾക്കാർ ഉപയോഗിക്കുന്നതിൻ്റെ കണക്കനുസരിച്ച് ഒരു ചെറിയ ശതമാനം പൈസ മാത്രം കൊടുത്താൽ മതി എന്നാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകതയായി വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ആത്മനിർഭർ ഇന്ത്യ എന്ന് പറയുന്നൊരു ക്വാളിറ്റിയാണ് ഇത് നമുക്ക് തരുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതെ നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ആത്മനിർഭർ ഇന്ത്യ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇത് ചെറിയ കാര്യമായി കണക്കാക്കേണ്ടതില്ല. കാരണം ഇത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയും 7 വർഷത്തോളം കഷ്ടപ്പെട്ട് ഇത് കണ്ടുപിടിച്ചാണ് ഇത് നമ്മുടെ ഇന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വരും തലമുറയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് ക്ലൗഡ് ബേസിൽ ഡാറ്റ കളക്ട് ചെയ്തൊക്കെ ഈ എം.ആർ.ഐ. സ്കാനർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇത് കൂടുതൽ സ്ഥലത്തേക്ക് എത്തിക്കാനും അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയാണ് ഇത് നമ്മളെ കാണിച്ചു തരുന്നത്.
എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.